ഗായ്സ്, അങ്ങനെ ഇതാ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്മ പണിയെടുക്കുന്ന ബേക്കറീൻ്റെ അടുത്തേക്ക് വന്ന് അവിടെ ഇച്ചുവിനെ കൂട്ടിയാട്ടെ. ഇച്ചുവിനെ ഞാൻ ഇവിടെ ആക്കിയിട്ടാണ് ഉച്ചക്ക് ക്ലാസ്സിന് പോയിട്ടുണ്ടായത്. അങ്ങനെ ഇച്ചുവിനെയും കൂട്ടി നമ്മൾ നല്ല നടന്ന് ഇതാ അവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന സാധനത്തിനെ കുറിച്ച് എനിക്ക് 10 പറയാനുണ്ട്. നിങ്ങൾ നോക്ക്, 2 കമ്പീന് എന്നാൽ സ്റ്റീൽ നിന്ന് എന്തെന്നാ പറയേണ്ടത് നമുക്കറിയില്ല. ഈ 2 സാധനം ഉണ്ടാവും, നടുക്കൊരു കുഴി പോലെ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് എങ്ങനെയും അറിയില്ല. നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടുതന്നെ നമ്മൾ താഴേക്ക് ഇങ്ങനെ 1-2 മിനിറ്റ് ആകുമ്പോഴേക്കാണ് നമ്മളിങ്ങനെ ഉതിർന്ന് താഴേക്ക് പോകുന്നുണ്ട്. ഇതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. ഇവരെന്തിനാണ് ഇങ്ങനെ ആക്കി വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ഇരിക്കാനേ പറ്റൂലടാ, എന്താണ് ഭ്രാന്ത്. പിന്നെ മഴയും വെയിലൊക്കെ വരുമ്പോൾ അവിടെ നിൽക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ആപ്പിളൊക്കെ മുറിച്ച് കൊടുത്തു. അവൻ അതൊക്കെ തിന്നിട്ട് നല്ല ഉറക്കമായിട്ടുണ്ട്. കാരണം ഇന്നിവൻ ഉറങ്ങിയിട്ടേ ഇല്ല ഇന്നിവൻ. അതുകൊണ്ട് പിന്നെ വന്നിട്ട് അവൻ നല്ല ഉറക്കം ഉറങ്ങി. ഞാൻ ഒരു പേരക്കൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.